नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് SLCയിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്, അതായത് 10th സ്റ്റാൻഡേർഡിൽ. ഓക്കെ, അപ്പം നമ്മുടെ സബ്ജക്റ്റ് മറക്കരുത്, ഹിന്ദി. ഇന്ന് നാം യൂണിറ്റ് 3 രണ്ടാമത്തെ ലെസൺ, ഓർമ്മയുണ്ടല്ലോ ഇക്കായി തീനിൽ ഫസ്റ്റ് ലെസൺ അല്ലേ, ഒരു കവിതയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് യൂണിറ്റ് 3 തീനിലെ പാർട്ട് 2 ഓർ പാർട്ട് 3 ലെസൺ 2ഉം ലെസൺ 3യുമായിട്ടാണ്. ലെസൺ 2 എന്ന് പറയുന്നത് ഠാക്കൂർ കാ കുവാ. ഇതൊരു കഹാനിയാണ്. നമ്മുടെ ഹിന്ദി സാഹിത്യ ലോകത്തിലെ കഹാനി സമ്രാട്ടായ പ്രേംചന്ദിൻ്റെ ഒരു കഥയാണ്. അതുപോലെ ലെസൺ 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധിക വായനയ്ക്ക്, അതായത് അതിരിക്ത വാചനായിട്ട് വച്ചിരിക്കുന്ന മറ്റൊരു കഹാനിയാണ് ഏക് ഥാൽ ചാന്ദ് പര. അത് എഴുതിയിട്ടുള്ള നമ്മുടെ കഹാനിക്കാർ അനന്ത് ഗംഗോളയാണ്. അപ്പോൾ പാഠം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കഥ 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കേട്ട് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ക്ലാസ്സുകൾ നന്നായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും ടീച്ചർ പറയാറുള്ളതുപോലെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റും നല്ല ഷാർപ്പൻ ചെയ്തൊരു പെൻസിലും ഒക്കെ എടുത്ത് റെഡിയാവും. ആയിയെ മേരെ സാത്ത്. ഠാക്കൂർ കാ കുവ. ഇപ്പോൾ ഠാക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഒരു സമൂഹത്തിലെ കുറച്ച് ഉയർന്ന രീതിയിലുള്ള, അപ്പം ഇത് നടക്കുന്നത് തന്നെ വളരെ പഴയ ഒരു കാലത്താണ്. അപ്പം അന്ന് അയിത്തമൊക്കെ നിലനിൽക്കുന്ന താഴ്ന്ന ജാതിക്കാരോടൊക്കെ വളരെ ക്രൂരമായായിരുന്നു മേലാളന്മാരുടെ പെരുമാറ്റം. അപ്പം മേലാളനാണ് ഇവിടുത്തെ ഠാക്കൂർ. ഠാക്കൂറിൻ്റെ കിണർ, ഇതാണ് നമ്മുടെ കഥയുടെ പേര്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അന്ന് വളരെ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ട് അയിത്തം നിലനിന്നിരുന്നു. അപ്പോൾ അത് അന്ന് പുരോഗമന ചിന്താഗതിക്കാരനായ നമ്മുടെ പ്രേംചന്ദ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിഷയങ്ങളായി എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങൾക്കുമെതിരെ അദ്ദേഹം നന്നായിട്ട് ശബ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ ഠാക്കൂർ കാ കുവാം എന്ന കഹാനി സംഗ്രഹം. നോക്കൂ മക്കളെ, പ്രേംചന്ദിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം ഇവിടെ. അദ്ദേഹത്തിൻ്റെ ജന്മം 31 ജൂലൈ 1880 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് 8 ഒക്ടോബർ 1936, അതായത് 1936. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ജനനവും മരണവും നാം കണ്ടു അല്ലേ. അപ്പോൾ ജൂലൈ 31 1880 അദ്ദേഹം ജനിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണം 8 ഒക്ടോബർ 1936 ആയിരുന്നു. आप हिंदी और उर्दू के महान ഭാരതീയ ലേഖകവും സെ ഏക് ഹെ. അദ്ദേഹം ഹിന്ദിയിലും അതുപോലെ തന്നെ ഉറുദു ഭാഷയിലും, 2 ഭാഷയിലും മുൻനിരയിലുള്ള ഭാരതീയ ലേഖകന്മാരിൽ ഒരാളായിരുന്നു. ആപ് ഏക് സംവേദനശീല ലേഖക്. അദ്ദേഹം ഒരു സംവേദനക്ഷമത, അതായത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥകൾ എഴുതുന്ന രീതിയായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ സചേത നാഗരിക് തഥാ കുശൽ വക്താധേ. അതോടൊപ്പം നല്ല ഒരു ലേഖകനും പിന്നെ അതുപോലെ ഒരു നല്ല പൗരനും ഒക്കെ ആയിരുന്നു. അപ്പിനെ ഉപന്യാസ്, കഹാനി, നാടക്, സമീക്ഷ, ലേഖ്, സമ്പാദകി, സംസ്മരൺ ആദി അനേക വിധവുമേ സാഹിത്യ സൃഷ്ടിക്ക്. അപ്പോൾ അതായത് ഇപ്പോൾ കഹാനി സമ്രാട്ട് അല്ലെങ്കിൽ നാടക സമ്രാട്ട് എന്നൊക്കെ പറയുമ്പോൾ കഹാനി നാടകവും മാത്രമൊന്നും അല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നിരൂപണങ്ങളും ലേഖനങ്ങളും കഥയും അതോടൊപ്പം നോവലും ഓർമ്മക്കുറിപ്പും ഒക്കെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉപന്യാസോം കെ ക്ഷേത്രമേ, അതായത് പലതരത്തിലുള്ള നോവൽ രംഗത്ത്, ഉപന്യാസമാണ് നോവലിൻ്റെ മേഖലയിൽ അദ്ദേഹം ബഹുമൂല്യ യോഗദാൻ കെ കാരണം, അത് ഒരുപാട് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് സംഭാവനകൾ
അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ സംഭാവനകൾ, അദ്ദേഹം കൊടുത്ത സംഭാവനകൾക്കനുസരമാണ് അദ്ദേഹത്തെ ഉപന്യാസ സമ്രാട്ട് എന്ന് വിളിക്കുന്നത്. സേവാസദൻ, പ്രേമാശ്രം, ഡിംഗഭൂമി, നിർമ്മല, കായാകൽപ്പ്, ഗബൻ, കർമ്മഭൂമി, ഗോദൻ ആദി ആപ്കെ ഉപന്യാസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഉപന്യാസമാണ്. ഹിന്ദി നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും സേവാസദനും നിർമ്മലയും ഗബനും ഗോദാനും ഒന്നും പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഹിന്ദിയുടെ ആ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രേംചന്ദിനെ കുറിച്ച് നാം അത്രത്തോളം അതിനകത്ത് പഠിക്കാനെത്തും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. अब आइए कहानी की ओर। ठाकुर का कुआं। जोखू ने लोटा मुंह से लगाया तो പാനി में സഖ്ത് ബദ്ബു ആയി. അപ്പോൾ ഒരു സിറ്റുവേഷനിലൂടെയാണ്, ഒരു സിറ്റുവേഷനിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോയിക്കാണ് ഈ കഥ തുടങ്ങുന്നത്. ജോഖു എന്ത് ചെയ്തു? ജോഖു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. ജോഖു എന്തു ചെയ്തു? ലോട്ട എന്ന് പറയുന്ന വെള്ളം കുടിക്കുന്ന പാത്രം എന്തെയ്യുന്നു, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആ പാത്രം എന്ത് ചെയ്തു? മൂസെ, തൻ്റെ വായോട്, ലഗായാത്തോ പാനീമേ സഖ്ത് ബദ്ബുവായി, തൻ്റെ വായോട് ചേർത്തു. വെള്ളം കുടിക്കാനായിട്ട് നാം പാത്രം എടുത്ത് വായോട് അടുപ്പിക്കുമല്ലോ. അപ്പോൾ അടുപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വെള്ളത്തിൽ നിന്ന് സഖ്ത് ബദ്ബു എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബദ്ബു, ദുർഗന്ധം. ചെറിയ രീതിയിലുള്ള ദുർഗന്ധമല്ല മക്കളെ, കടുത്ത ദുർഗന്ധം, രൂക്ഷമായിട്ടുള്ള ഒരു വല്ലാത്ത സ്മെല്ല് അല്ലേ. അപ്പോൾ അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇതിനെയാണ് നാം എന്തു പറയുന്നത്? ബദ്ബു എന്ന് പറയുന്ന ദുർഗന്ധം. അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് ആ വെള്ളത്തിൽ നിന്നും വന്നു. ഗംഗീസെ ബോല യഹ് കേസാ പാനി ഹേ. ഉടനെ നമ്മുടെ ജോക്കു എന്താ ചെയ്ത്? ഗംഗിയോട് പറഞ്ഞു. ഗംഗീസെ ബോല, ഗംഗിയോട് പറഞ്ഞു, കേസാ പാനി ഹേ, ഇത് എന്ത് വെള്ളമാണ്? അതായത് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് വളരെ ദാഹിക്കുമ്പോഴാണ് നാം വെള്ളം കുടിക്കുന്നല്ലേ. അപ്പോൾ അതിന് വളരെ അങ്ങ് ദുർഗന്ധം വന്നാൽ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉടനെ ഗംഗയോട് ചോദിച്ചു, ഇത് എന്ത് വെള്ളമാണ് എന്ന് ചോദിച്ചു. മാരെ ബാസ് കെ പിയ നഹീ ജാത്ത, गला सूखा जा रहा है और तू सड़ा पानी पिलाए देती है. എന്ത് വെള്ളമാണ്? വെള്ളം കുടിക്കാൻ നാം എടുക്കുന്നത് വളരെയധികം ദാഹമുള്ളപ്പോഴാണ്. അതായത് മാരെ ബാസ് കെ പിയാ നഹീ ജാത്തെ, ഇത് എന്ത് ചെയ്യുന്നില്ല? ദുർഗന്ധം കൊണ്ട് ഈ വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത്രയ്ക്ക് വല്ലാത്ത ദുർഗന്ധം. എന്നാലോ വെള്ളം കുടിച്ചോളാൻ വയ്യ. കാരണം നമ്മുടെ തൊണ്ട എന്ത് ചെയ്യുന്നു? സൂഖാ ജാര, തൊണ്ട വരണ്ടുണങ്ങുകയാണ്. और तू सड़ा पानी पिलाए देती है. അപ്പോൾ എനിക്ക് ഈ ദുർഗന്ധമുള്ള വെള്ളം കുടിക്കാൻ സാധിക്കുമോ? കുടിക്കാൻ സാധിക്കില്ല. നീ ദുർഗന്ധമുള്ള ജലമാണോ എന്നെ കുടിപ്പിക്കുന്നത്? അതായത് ഗംഗി കൊടുത്ത വെള്ളത്തിൽ ദുർഗന്ധമുള്ളത് കൊണ്ട് ഈ ദുർഗന്ധമുള്ള വെള്ളമാണോ എന്നെ കുടിപ്പിക്കുന്നതെന്ന് തിരിച്ച് ജോക്കു ചോദിക്കുകയാണ്. നോക്കൂ, അങ്ങനെ ചോദിക്കാനുള്ള സാഹചര്യം നമുക്ക് നോക്കാം എന്താണെന്ന്. ഗംഗി പ്രതിദിൻ ശാം പാനി ഭർ ലിയാ കർത്തി ഥി. ഗംഗി എന്ത് ചെയ്യുന്നു? ഗംഗി പ്രതിദിൻ മാനെ എല്ലാ ദിവസവും, ശാം വൈകുന്നേരം, പാനി വെള്ളം, ഫർ ലിയാ കർത്തി ഥി വെള്ളം എന്ത് ചെയ്യുന്നു? കോരിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വെള്ളം നിറച്ചു കൊണ്ടുവരുന്നു. ഫർണ നിറയ്ക്കുക. കുവാം ദൂർ ഥ. അപ്പം കുവാം മാനെ കിണർ. കിണർ എവിടെയാണ്? വളരെ ദൂരെയായിരുന്നു. ബാർ ജാന മുഷ്കിൽ ത. ഇപ്പോൾ വളരെ ദൂരെയുള്ള ഒരു കിണറ്റിൽ എപ്പോഴും പോകുന്നത് എന്താണ്? വളരെ ഡിഫിക്കൽട്ടാണ്, മുഷ്കിലാണ് അല്ലേ. കൽ വഹ് പാനിയിലായി, ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നു. തോ ഉസ്മേ ബൂ ബിൽക്കുൽ നഥി. ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നത്, അപ്പോൾ അതിനകത്ത് എന്തില്ലായിരുന്നു? ബൂ ഇല്ലായിരുന്നു. ബൂമാനെ ദുർഗന്ധം ഇല്ലായിരുന്നു. അതിനകത്ത് ഒരല്പം പോലും ബദ്ബു ഇല്ലായിരുന്നു. ആജ് പാനിമേ ബദ്ബു കൈസി. ഇന്ന് ആ വെള്ളത്തിൽ എങ്ങനെ ദുർഗന്ധം? അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ശരിക്കും അവളും അത്ഭുതപ്പെട്ടു. ഇന്നലെ അതേ കിണറ്റിൽ നിന്നാണ് അവൾ വെള്ളം കോരിയത്. അപ്പോഴെന്താണ്? അതിലൊട്ടും ഗന്ധമൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ അതെന്താണ്? അടുപ്പിച്ച് നല്ലതുപോലെ മൂക്കിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നല്ല ദുർഗന്ധം. ലോട്ട നാക്കുസേ ലഗ. ഇത് എന്നിട്ട് അവൾ അതിനെ ഉറപ്പുവരുത്താൻ എന്ത് ചെയ്തു? ആ പാത്രം മൂക്കിനോട് അടുപ്പിച്ചു. നാക്കുമാനെ അനോസ്, മൂക്കിനോട് അടുപ്പിച്ചു. തോ സച്മുച്ച് ബദ്ബു ഥി. അപ്പോൾ ശരിക്കും ജോക്കു പറഞ്ഞത് സത്യമാണ്. ശരിക്കും നല്ല ദുർഗന്ധം. ജരൂർ കോയി ജാൻവർ കുയേമേം ഗിർക്കർ മർഗയാ ഹോഗ. ജരൂർ തീർച്ചയായിട്ടും, കോയി ഏതോ, ജാൻവർ മൃഗം എന്ത് ചെയ്തു? കുയേമേം കിണറിൽ,
കുയേമേ ഗിർക്കർ മർ ഗയാ ഹോഗ, അത് കിണറ്റിൽ വീണ് ചത്ത് കാണും. മഗർ ദൂസര പാനി ആവേ കഹാംസേ, അപ്പൊ ഏതോ ഒരു മൃഗം തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കോരിയ കിണറ്റിന്റെ അകത്ത് വീണ് ചത്ത് കാണും. പക്ഷെ വേറെ വെള്ളം എവിടെ നിന്നും കൊണ്ടുവരും? കാരണം അന്നത്തെ കാലത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം, ഈ കഥയിലൂടെ എത്തി നോക്കാം. അപ്പം ഇന്ന് നാം ശരിക്കും വളരെ സുഖവും സന്തോഷവുമാണ് അനുഭവിക്കുന്നത്. അന്ന് ജീവിച്ചിരുന്ന ജനതയുടെ ദുഃഖങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവർക്ക് പ്രത്യേകം കിണറുണ്ട്. അവർ താഴ്ന്ന ജാതിക്കാരാണ്, നമ്മുടെ ജോഖുവും ഗംഗയും. അപ്പോൾ അവർക്ക് പ്രത്യേകമാണ് കിണർ. അപ്പോൾ ആ കിണറ്റിൽ നിന്നിലാണ് ഇപ്പോൾ ഈ സംഭവം. അവർക്ക് ആകെ ഒരു കിണറേ ഒരു ഗ്രാമത്തിൽ കാണുള്ളൂ. ഇന്നത്തെ പോലെ വീടുകൾ തോറും ഒന്നും കിണറുകളില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് തോറും ഒന്നുമില്ല. അത്ര ദൂരം ഒരു കിണർ കാണാം. ആ ഒരു കിണർ കൊണ്ടായിരിക്കും ഒരു ഗ്രാമത്തിലെ ആളുകൾ മൊത്തം വെള്ളം കോരുന്നത്. നോക്കൂ മക്കളെ, ടാക്കൂർ കെ കുവം പർ കോൻ ചടിനെ ദേഗ. ഇവിടെ ആർക്കുണ്ട്? ടാക്കൂർ എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ മേലാളന്മാരിൽ ആൾക്കാരെയാണ് ടാക്കൂർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അയാളുടെ കിണറ്റിൽ എന്തുണ്ട്? കോൻ ചടിനെ ദേഗ. അപ്പോൾ ടാക്കൂറിൻ്റെ കിണറുണ്ട് കേട്ടോ. പക്ഷെ ടാക്കൂറിൻ്റെ കിണറിൻ്റെ അവിടെ കയറാൻ പോലും, ആ കുയമ്പൂർ കോൻ കിണറിൻ്റെ അടുത്ത് തൊട്ടൊന്ന് കയറാൻ പോലും, അതായത് കിണറിന് ചുറ്റും കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് കയറാൻ പോലും നമുക്ക് സാധിക്കില്ല. കാരണം അവർക്ക് പെർമിഷൻ ഇല്ല. ദൂർസേ ലോഗ് ഡാണ്ട് ബദേങ്കെ, ദൂരെ ചെന്ന് നിൽക്കപ്പോഴേ എന്ത് ചെയ്യും ആളുകൾ, എന്ത് ചെയ്യും, ടാണ്ട് ബദായെങ്കിൽ, ടാണ്ടിനെ ശകാരിക്കുക, ആളുകൾ വഴക്ക് പറയും. അതായത് അതിൻ്റെ അടുത്ത് പോലും പോകാനുള്ള ഒരു ഇത് ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. സാഹൂക്ക കുവം ഗാവുക്കെ ഉസ് സിരേ പർ ഹേ, അതുപോലെ സാഹുവിൻ്റെ കിണർ എന്താണ്, ഗ്രാമത്തിൻ്റെ ഈ ഉസ് സിരേപ്പർ, സിരേ എന്ന് പറഞ്ഞാൽ അങ്ങ് ലാസ്റ്റിൽ അങ്ങ് അറ്റത്ത് ആണ്, സിരേപ്പർ ഹേ. പരന്തു വഹാം പി കോൻ പാനി ഫർണേ ദേഗ, എന്നാൽ പക്ഷെ അവിടെ അങ്ങ് അറ്റത്തുണ്ട്, പക്ഷെ അവിടെയും ആര് വെള്ളം കോരാൻ അനുവദിക്കും? അവിടെയും അനുവദിക്കില്ല. അവിടെയും ഇവരെ വെള്ളം കോരാൻ ആരും അനുവദിക്കാറില്ല. അപ്പം ഈ രണ്ട് കിണറുകൾക്കും മേലാളന്മാർക്കുള്ളതാണ്. അവിടെ അങ്ങോട്ട് പോയി വെള്ളം കോരാനൊന്നും ഇവർക്ക് സാധിക്കില്ല. ഇവർ ഏത് ചീത്ത വെള്ളമായാലും എന്ത് വെള്ളമായാലും ഈ ഒരു കിണറിൽ നിന്ന് ഉപയോഗിച്ചോളണം. അതാണ് അവരുടെ അവസ്ഥ. കോയി തീസരാക്കുവാൻ ഗാവുമേ നിഹേ നിഹി, വേറെ മൂന്നാമതൊരു കിണർ നമ്മുടെ ഗ്രാമത്തിൽ ഇല്ലതാനും. ജോക്കു കൈ ദിൻസെ ബീമാർ ഹേ. അപ്പം ഇനി നമുക്ക് ജോക്കുവിലേക്ക് വരാം. ജോക്കുവിൻ്റെ അവസ്ഥ എന്താണ്? കൈ ദിൻസെ ബീമാർ ഹേ, ഒരുപാട് ദിവസം കൊണ്ട് ജോക്കു സുഖമില്ലാതെ കിടക്കുകയാണ്, അസുഖമാണ്. കുച്ച് ദേർ തക്ക് തോ പ്യാസ് രോക്കെ ചുപ്പടാ രഹ. അപ്പം ജോക്കു കുറച്ച് ദിവസമായി വളരെ അസുഖമായിട്ട് കിടക്കുകയാണ്. കുറച്ച് നേരം എന്ത് ചെയ്തു, വെള്ളം ദാഹിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് തൊണ്ട വളരുമല്ലേ, വരണ്ടു പോകും. അപ്പോൾ എന്ത് ചെയ്തു, കുറേ നേരം എങ്ങനെയെങ്കിലും ആ ദാഹത്തെ രോക്കി തടസ്സം ചെയ്തുകൊണ്ട്, അതായത് അതിനെ അടക്കി പിടിച്ച് കിടന്നു. പിന്നെയോ ഫിർ ബോല, വീണ്ടും പറഞ്ഞു, അബത്തോ മാരെ പ്യാസിക്ക് രഹാൻ നിഹി ജാത്ത, ഇനി ദാഹം എനിക്ക് സഹിക്കാൻ കഴിയില്ല, എന്തു ചെയ്യും, ഞാൻ വെള്ളം കുടിക്കാതെ ദാഹിച്ച് മരിച്ചു പോകും. ലാ തോടാ പാനി നാക്ക് ബെന്ത് കർക്കെ പീലേതാ, വെള്ളം അത്രയ്ക്ക് ദാഹം അല്ലെങ്കിൽ തൊണ്ട വരണ്ട് ഞാൻ ചത്തുപോകും. അന്നേരത്തെ എന്ത് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാം, എനിക്കിത്തി വെള്ളം നീ കൊണ്ടു തന്നേ പറ്റുള്ളൂ, ഞാൻ എന്ത് ചെയ്യാം, മൂക്കടച്ച് പിടിച്ചെങ്കിൽ അത് കുടിച്ചോളാം, കാരണം വെള്ളത്തിന് വെള്ളം തന്നെ വേണം അല്ലേ. നോക്കൂ മക്കളെ, അതിന് അന്നേരത്തെ ഒരവസ്ഥ. ഗംഗീനെ പാനി ഇന്ന ദിയ, ഗംഗി എന്ത് ചെയ്തു, അങ്ങനെ ചോദിച്ചിട്ടും വെള്ളം കൊടുത്തില്ല. ഖരാബ് പാനീസെ ബീമാരി ബെഡ് ജായേഗി ഇത്തന ജാൻതി തീ. അപ്പോൾ അവൾക്കറിയാം എന്താണ്, അങ്ങനെ വെള്ളം കൊടുക്കാൻ പറ്റില്ല, കാരണം ഈ സുഖമില്ലാതെ ഇരിക്കുകയാണ് ജോക്കുവിന്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം കുടിച്ചുകൊണ്ട്, ഇങ്ങനത്തെ ദുർഗന്ധം വമിക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ട് ആ ബീമാരി അസുഖം എന്ത് ചെയ്യും, ബെഡ് ജായേഗി, കൂടുതൽ കൂടും. പരന്തു യഹ് ഇന്ന ജാൻതി തീ കി പാനിക്കോ ഉബാൽ ദേനേസെ ഉസ്കി ഖരാബി ജാത്തി രഹത്തി ഹെ. എന്നാൽ ആ വെള്ളത്തിന് ഉബാൽ ദേന, വെള്ളം എന്ത് ചെയ്യുക, നമുക്കിന്നറിയാം അല്ലേ, ഇന്ന് നമുക്കറിയാം വെള്ളം എന്ത് ചെയ്യുക, എന്തെങ്കിലും ചെറിയ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നാം തിളപ്പിച്ച് കുടിച്ചാൽ ആ വെള്ളത്തിന് എന്ത് ചെയ്യില്ല, അതിലുള്ള അണുക്കളൊക്കെ ചത്തുപോകും അല്ലേ, അപ്പം നമുക്കത് ദോഷം ചെയ്യില്ല. പക്ഷെ അന്ന് ഗംഗയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഉസ്കി ഖരാബി ജാത്തി, അങ്ങനെ ആ വെള്ളം തിളപ്പിക്കുന്നത് കൊണ്ട് അതിലെ മാലിന്യങ്ങളൊക്കെ നശിക്കും, അല്ലെങ്കിൽ അണുക്കളൊക്കെ നശിക്കുമെന്ന് പാവം ഗംഗയ്ക്ക് അറിയില്ലായിരുന്നു. ബോലി യഹ് പാനി കേസെ പിവോകെ,
അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെ ചോദിച്ചു, ഈ വെള്ളം എങ്ങനെ കുടിക്കും? ഇന്ന ജാനെ കോൻ ജാൻവർ മരാഹെ, എങ്ങനെ അറിയാം ഏത് മൃഗമാണ് വീണ് ചത്തതെന്ന്? കുയേൻസെ മേൻ ദൂസര പാനി ലായേ ദേത്തി ഹും, കിണറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാം, വേറെ വെള്ളം കൊണ്ടുവരാം. കിണറ്റിൽ നിന്ന് ഞാൻ വേറെ വെള്ളം ഉടനെ കൊണ്ടുവരാമെന്ന് ഗംഗി പറയുകയാണ്. അപ്പൊ ജോക്കുവിന് അത്ഭുതമായി, ഇതെന്താ ഇവളീ പറയുന്നത്? ജോക്കുവിന് ആശ്ചര്യസെ ഉസ്കി ഓർ ദേഖ, ജോക്കു എന്ത് ചെയ്തു, അത്ഭുതത്തോടെ നേരെ ഗംഗിയെ നോക്കി. പാനി കഹാസെ ലായേഗി, വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? നീ എവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും? ഉടനെ ഗംഗി മറുപടി പറഞ്ഞു, ഠാക്കൂർ ഓർ സാഹു കെ ദോ കുയേൻ തോ ഹേ, ക്യാ ഏക് ലോട്ട പാനി ഇന്ന ഭർണേ ദേങ്കെ. ഠാക്കൂറിന്റെയും സോഹുവിന്റെയും രണ്ടുപേരുടേതുമായിട്ട് രണ്ട് കിണറുകളില്ലേ, എന്താ ഒരു മുന്ത വെള്ളം നിറയ്ക്കാൻ അവർ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒരു മുന്ത വെള്ളമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ, അത് ചെയ്യാൻ അവർ തരില്ലേ, അത് കോരാൻ അവർ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ മറുപടി വന്നു, എന്താണ്, ഹാത്ത് പാവ് തുടുവായേകി ഓർ കുച്ചിന ഹോഗ. അതാണ് സംഭവിക്കുക. എന്താണ് സംഭവിക്കുക? ഹാത്ത് പാവ്, കയ്യും കാലും എന്ത് ചെയ്യും, തുടുവാ ചായേക്ക്, കയ്യും കാലും എന്ത് ചെയ്യും, അടിച്ചൊടിക്കും. അവർ കുച്ചിന ഹോഗ, അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതായത് അതിൽ കൂടുതൽ മറ്റൊന്നും വരാനില്ലല്ലോ അല്ലേ. ബൈഠേ ചുപ്കേസെ, മിണ്ടാതിരുന്നോളണം. ബ്രാഹ്മൺ ദേവത ആശീർവാദ ദേങ്കി. അതാണ്. അപ്പൊ കയ്യും കാലും അവർ തല്ലി ഒടിക്കും. അപ്പൊ മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല. മിണ്ടാതിരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ബ്രാഹ്മൺ ദേവത ആശീർവാദ ദേങ്കി, ബ്രാഹ്മണന്മാര് നിങ്ങൾ നിന്നെ ആശീർവാദേന അനുഗ്രഹിക്കും. എന്നിട്ടോ ഠാക്കൂർ ലാട്ടിമാരെങ്കി, എന്നിട്ട് ഈ ഠാക്കൂർ എന്ത് ചെയ്യും, ലാട്ടി എന്നെയാണ്, കമ്പാണ്, കമ്പുകൊണ്ട് എന്ത് ലാട്ടിമാരെങ്കി തല്ലി, അതുപോലെ തല്ലി നിന്നെ അവിടെ നിന്ന് ഓടിക്കും. സാഹുജി ഏക്ക് പാഞ്ച് ലേങ്കെ, സാഹു എന്ത് ചെയ്യും, ഈ തന്ന ഒരു തല്ലിന് അത് 5 ആക്കും. ഗരീബോം കാ ദർദ് കോൻ സമജ്താ ഹേ, അതായത് നാമാകുന്ന പാവപ്പെട്ടവരുടെ വേദന, ദർദ് പെയിൻ, വേദന എന്ത് ചെയ്യുന്നു, ആരും മനസ്സിലാക്കുന്നു? ആരും മനസ്സിലാക്കില്ല. നമ്മളെങ്ങനെ വെള്ളം എടുക്കാൻ ചെന്നാൽ ഒരാൾ 1 അടിക്കും, മറ്റൊരാൾ 5 അടിക്കും. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും കൂടെ അടിച്ച് നിന്റെ കൈയും കാലും ഒടിക്കും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹം തോ മർഫി ജാത്തേ ഹെ, നമ്മൾ എന്ത് ചെയ്യും, മരിച്ചാലും. അതുപോലെ തോ കോയി ദുവാർ പർ ചോങ്കിന നെഹിം ജാത്ത, അപ്പം നാം മരിച്ചു പോയാൽ പോലും നമ്മുടെ നമ്മുടെ ഡോറിൽ, അല്ലെങ്കിൽ നമ്മുടെ വാതിൽക്കൽ ആരും ചാങ്കിന പീപ്പിയുക, എത്തി നോക്കാൻ പോലും വരില്ല. കന്താ ദേന തോ ബഡി ബാത്ത് ഹേ, ഐസേ ലോഗ് കുയേം സെ പാനി ഭർണേ ദേങ്കെ. അപ്പോൾ നമുക്കൊരു ആപത്ത് വന്നാൽ, നാം ഒന്ന് മരിച്ചാൽ പോലും ആരും നമ്മുടെ വാതിൽക്കൽ പോലും എത്തുകയില്ല. സഹായിക്കുന്നത്, കന്താദേനമ്മനെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ കിണറ്റിൽ നിന്നും നമ്മെ വെള്ളമെടുക്കാൻ സമ്മതിക്കുമോ? നിനക്ക് സഹായിക്കാനുള്ള മനസ്സുള്ളതൊക്കെ താല്പര്യം, അതൊക്കെ കൊള്ളാം. പക്ഷേ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഠാക്കൂറോ സാഹു ആരെങ്കിലും നിന്നെ വെള്ളമെടുക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ജോക്കു അന്നത്തെ ഒരു നിലനിൽക്കുന്ന പരിസ്ഥിതിയെ മനസ്സിലാക്കി സംസാരിക്കുകയാണ്. ഇൻ ശബ്ദം സെ കടുവ സത്യത. അപ്പൊ ഈ വാക്കുകളിൽ, ജോക്കുവിന്റെ ഈ വാക്കുകളിൽ ശരിക്കും സത്യമുണ്ടായിരുന്നു. സത്യം എങ്ങനത്തെ സത്യമായിരുന്നു? കടുവ സത്യം. കടുവ മാനെ കയ്പുള്ള സത്യം. അതായത് എന്താണ്, ഇത് ഒരു തികച്ചും ഇത് നല്ല കാര്യമല്ല, അതുകൊണ്ടാണിത് കയ്പുള്ള സത്യം എന്ന് പറഞ്ഞത്. ശരിക്കും ആളുകളോട് ചെയ്യുന്ന ഒരു ദോഷപ്രവൃത്തിയാണ്, പക്ഷെ അത് സത്യവുമായിരുന്നു, കാരണം അത് നിലനിന്നിരുന്നു. ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ. അപ്പൊ ഗംഗി ക്യാ ജവാബ് ദേത്തി, ഗംഗി എന്ത് ആൻസർ പറയാനാണ്? കിന്തു, എന്നാൽ ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ, എന്നാലും അവൾ എന്ത് ചെയ്തു, നാറ്റമുള്ള വെള്ളം, ദുർഗന്ധമുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തില്ല. രാത്രിക്ക് 9 ബജേ ഥേ, രാത്രി എത്ര മണിയായി? 9 മണിയായിരുന്നു. തക്കേ മാന്തേ മസ്തൂർ തോ സോ സുഖേ. അപ്പൊ തക്കേ മാന്തേ മനെ ക്ഷീണിച്ച തൊഴിലാളികളെല്ലാം, അവിടുത്തെ ജോലിക്കാരെല്ലാം എന്ത് ചെയ്തു? സോ ചുകേ ഥേ, ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഠാക്കൂർ കെ ദർവാസെ പർ 10-5 ബേഫിക്രെ ജമാ ഥേ, ഠാക്കൂറിന്റെ വാതിൽക്കൽ വേറെ ഒരു അതായത്
ഒരു കാര്യവും ചിന്തിക്കാത്ത രീതിയിലുള്ള കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ജമാഅത്തെ ഉണ്ടായിരുന്നു. मैदानी बहादुरी को तो अब न जमाना रहा है न मौका, कानूनी बहादुरी की बातें हो रही थी. कितनी होशियारी से ठाकुर ने थानेदार को एक खास मुकदमे में रिश्वत दी और साफ निकल गए. ഇവിടെ ടാക്കൂർ എന്ന വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ തന്നെ അവൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ടാക്കൂർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ടാക്കൂർ എന്ന് പറയുന്ന വ്യക്തി വലിയ ദുഷ്ടനാണ്. അപ്പം നോക്കൂ, രാത്രി 9 മണിയായി കഴിഞ്ഞിരുന്നു. താക്കേമാന്റെ മസ്തുർത്തോ സോ ചുകേത്തെ. അപ്പോൾ അവിടെ ക്ഷീണിച്ച തൊഴിലാളികളെല്ലാം എന്തായിരുന്നു മക്കളെ, ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെയോ തക്കേമാന്റെ മസ്ദൂർ तो സുഖേത് ടാഗോർ കെ ദർവാസെ पर 10-15 ബേഫ്രിക്കെ ജമാഅത്തെ. അപ്പോൾ അവിടെ കുറച്ചു പേര്, അശ്രദ്ധമായിട്ട് കുറച്ചു പേര് കൂടിയിരിപ്പുണ്ടായിരുന്നു. മൈതാനി ബഹാദൂരി കാ തോ അബ് ഇന്ന ജമാന രഹാ ഥാ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ മാത്രം കൂടിയിരിപ്പുണ്ടായിരുന്നു. മൈതാനത്ത് നടത്തുന്ന ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നാം അത് അവിടെ നടത്താൻ പറ്റുന്ന ഒരു നല്ല കാലമായിരുന്നില്ല അന്ന്. അപ്പോൾ അതിനുള്ള അതിനുള്ള ഒരു അവസരം അന്നത്തെ കാലത്ത് മൈതാന പ്രസംഗമൊക്കെ നടത്തിയിട്ട് നമുക്ക് അവിടെ പോയി എന്ത് ചെയ്യാം, പെട്ടെന്ന് പോയി വെള്ളം കോരി എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന ഒരു കാലമായിരുന്നില്ല അത്. കാനൂനി ബഹാദുരിക്ക് ബാത്തേ ഹോ രഹി ഹെ. അപ്പോൾ അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ബഹാദുരികൾ, അതായത് നിയമപരമായിട്ട് അവരുടെ തന്നെ മിടുക്ക് കാണിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് നിയമപരമായിട്ട് പോയാൽ ഠാക്കൂറിൻ്റെ ഭാഗത്തുള്ള മിടുക്കുകൾ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അല്ലാതെ പാവപ്പെട്ടവർ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും മൈതാൻ പ്രസംഗത്തെ പോലെ അവിടെ വീട്ടിൽ നിന്ന് പ്രസംഗിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലായിരുന്നു. കിത്തനി ഹോഷിയാരി സെ ഠാക്കൂറിനെ ദാനേദാർക്കോ ഏക് ഖാസ് മുഖദ്ദമെ റിശ്വത്ത് ദി. അപ്പോൾ ഈ ഠാക്കൂർ എത്ര ഠാക്കൂർ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുകയും ഠാക്കൂറിനെ താനേദാർക്കോ ഠാക്കൂർ എന്ത് ചെയ്തു, എത്ര സമർത്ഥമായിട്ട് ഠാക്കൂറിൻ്റെ ഒരു പോലീസുകാർക്ക് എന്ത് ചെയ്തു, റിശ്വത്ത് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇൻസ്പെക്ടർക്ക് ഒരു പ്രത്യേക കേസിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് തൻ്റെ ഒരു കേസ് ഠാക്കൂർ എന്ത് ചെയ്തു, അതിൽ നിന്ന് സമർത്ഥമായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഠാക്കൂർ കൈക്കൂലി കൊടുത്തുകൊണ്ട് താൻ ചെയ്ത പല കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തു മക്കളെ, രക്ഷപ്പെട്ടു. അപ്പോൾ അത്രത്തോളം പിടി ഠാക്കൂർക്ക് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ്. ഹോഷിയാരി എന്ന് പറഞ്ഞാൽ സാമർഥ്യമാണ്. പിന്നെ മുഗ്ധമേ എന്ന് പറഞ്ഞാൽ വ്യവഹാരം. അപ്പോൾ ആ ഒരു പ്രവൃത്തിയിൽ നിന്നും അദ്ദേഹം കൈക്കൂലി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹം ശരിയായ പ്രവൃത്തിക്കാരും കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. തെറ്റായ പ്രവൃത്തി ആയതുകൊണ്ട് അതിന് കൈക്കൂലി കൊടുത്ത് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കിത്തനി അക്കൽമന്ദീസെ ഏക് മാർക്കെ മേ മുഖദ്ദമേ കി നക്കൽ ലേ ഗയേ. അപ്പോൾ അതുപോലെ നോക്കൂ, നാസിർ ഔർ മോദമീം സഫി കഹത്തെ ഥേ നക്കൽ നഹി മിൽ സക്തി. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ കോപ്പി എടുത്തു കൊണ്ടുവരാനായിട്ടും മറ്റുമായിട്ട് സൂപ്പർവൈസറിനും അവിടുത്തെ മാനേജർക്കും ഒക്കെ കോപ്പി കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ചിലർ അതിൽ 50 ആവശ്യപ്പെടുന്നു, ചിലർ 100 ആവശ്യപ്പെടുന്നു. അതായത് ഏത് രീതിയിൽ ഏത് കാര്യത്തിലും നക്കൽ കോപ്പി കിട്ടണം, എന്ത് കാര്യം വന്നാലും അവരെന്ത് ചെയ്യുന്നു, അതിന് കൈക്കൂലി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ കൈക്കൂലിയൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? കോയി 50 മാങ്താക്കെ. ചിലർ 50 രൂപ ആവശ്യപ്പെടുന്നു, ചിലർ 100 രൂപ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഓരോരുത്തർക്ക് കൈക്കൂലി കൊടുത്ത് വഹാം ബേപൈസെ കോടി നക്കൽ ഉടാതി കാം കർണേക്ക ടങ്ക് ചൈച്ചാഹി. അപ്പം ഇങ്ങനെ കൈക്കൂലി കൊടുത്തുള്ള ജോലി ചെയ്യുന്ന രീതികളാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഗ്രാമത്തിൽ മുഴുവനും ഈ രീതിയിലുള്ള അതായത് ഠാക്കൂർമാരുടെ കൈകളിലാണ് അന്നത്തെ ഗ്രാമത്തിലെ എല്ലാ രീതിയിലുമുള്ള ഭരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗംഗയ്ക്ക് ഇവിടെ നിന്ന് വെള്ളമെടുക്കാനൊന്നും സാധിക്കില്ല. കാരണം അത്രയും ദുഷ്ടന്മാരാണ് ഈ ഠാക്കൂർ എന്ന് പറയുന്നത്. ഇസി സമയം ഗംഗി കുയംസെ പാനി ലേനെ സഹുഞ്ചി. ഈ ഒരു സമയം ഇങ്ങനെയുള്ള ഈ ഒരു ചർച്ചകളും അതുമൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗി എവിടെ എത്തിയത്, കിണറിൻ്റെ അടുത്ത് എത്തിയത്. കുപ്പിക്ക് ധുന്തലി രോഷിനി കുവേം പർ ആ രഹി ഥി.
അപ്പോൾ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കൊച്ചു വിളക്കുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ധൂന്തലി പ്രകാശ് രോഷിനി, മങ്ങിയ ചെറിയ രീതിയിലുള്ള ഒരു വെട്ടം കിണറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗംഗി ജഗത്തിക്ക് ആടുമേം ബൈട്ടി മൗക്കേക്ക ഇന്തസാർ കർണയിലേക്ക്. അപ്പൊ ഗംഗി എന്ത് ചെയ്തു? കിണറിന്റെ അപ്പുറത്തും ആള് കാണാത്ത രീതിയിലുള്ള മറയിലേക്കും മാറിയിരുന്നു കൊണ്ട് ഒരു മൗക്കെ, ഒരു അവസരത്തെ, ഒരു ചാൻസ് കിട്ടാനായിട്ട് ഇന്തസാർ കർണയിലേക്ക് പ്രതീക്ഷിച്ച് ഇരുന്നു. ഇസ് കുവേങ്ക പാനി സാരാ ഗാവ് പീത്താ ഹെ. ഈ കിണറ്റിലെ വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. കിസിക്കലിയെ രോക്ക് നഹി, ആർക്കും ഒരു തടസ്സവുമില്ല, ആരും എന്ത് ചെയ്യില്ല? തടയുകയില്ല. സിർഫ് യേ ബദൻസീബ് നഹീം ഫർ സക്തേ. അപ്പം ഈ ഭാഗ്യമില്ലാത്തത് നമുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും എന്ത് ചെയ്യുക? വെള്ളം എടുക്കുന്നതിൽ നിന്ന് തടയാറില്ല. അപ്പം ഇവരെന്ത് ചെയ്യുന്നു? താഴ് ജാതിക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് മാത്രമേ ഉള്ളൂ വെള്ളം എടുക്കാൻ അവിടെ നിഷിദ്ധമായിട്ടുള്ളത്. ഗംഗിക്ക വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയോം ഔർ മജ്ബൂരിയോം പർ ചോണ്ടേ കർണേ ലഗ. അപ്പോൾ ഗംഗയുടെ മനസ്സ് എന്താണ്? ഇങ്ങനെയുള്ള ഈ ആചാരം, അതായത് ഇവിടെ നടക്കുന്ന ഈ ദുരാചാരങ്ങളുടെയും ഈ ഈ നിയന്ത്രണങ്ങളുടെയും ഒക്കെ മജ്ബൂരി, ആ ഒരു നിർബന്ധത്തിൽ എന്ത് ചെയ്തു? അവക്ക് ചോട്ടേം അല്ലെ കർണയിലേക്ക് അവക്ക് മുറിവേറ്റു. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഈ രീതിയോട് അവൾക്ക് വളരെ ദേഷ്യമാണ്. ഈ ഗംഗി എന്ന കഥാപാത്രത്തിലൂടെ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ തികച്ചും എതിർപ്പോടുകൂടി തന്നെയാണ് പ്രേംചന്ദ് പറയുന്നത്. ഹം ക്യോം നീച്ച് ഹേ ഔർ യേ ലോഗ് ക്യോം മൂഞ്ച് ഹേ. അപ്പോൾ അവളുടെ മനസ്സിലുള്ള ചിന്തയാണ്, നാം എങ്ങനെയാണ് നീച്ച് ഹേ, താഴ് ജാതിക്കാരാകുന്നത്? ഏ ലോഗ് ക്യോ ഊഞ്ച് ഹേ, എവരെങ്ങനെ ഉയർന്ന ജാതിക്കാരാകുന്നത്? ഇസ്ലിയേക്ക് ഏ ലോഗ് ഗലേമേൻ താഗ് ഡാൽ ദേത്തേ ഹേ. അപ്പം ഇവരെന്തിനാണ് വല്ല കഴുത്തിൽ എന്തിനാണ് ചരടുള്ളത് കൊണ്ടാണോ? ഇവർ കഴുത്തിൽ എന്താണ് ഈ നൂല് കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണോ ഇവർ ഇങ്ങനെ വലിയവരാണെന്ന് പറയുന്നത്? യഹാന്തോ ജിത്തിനെ ഹേ ഏക് സേ ഏക് ചണ്ടേഹേം. ഇവിടെ ഉള്ളവരെല്ലാം ഒന്നിനൊന്ന് ചണ്ടേഹേം. ചണ്ടേരെന്ന് വെച്ചാൽ വെറുക്കപ്പെട്ടവരാണ്. ചോരി ഏ കരേം, ജാൽ ഫരേബ് ഏ കരേം, ചൂട്ടേ മുക്തമേ ഏ കരേം. അതാണ് ഇവിടെ കാര്യം. ഈ ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെയും കണ്ടത് അല്ലേ? മുക്തമേം എല്ലാ കാര്യങ്ങളും. അതായത് ഇവിടെ നിൽക്കുന്നവരെല്ലാം നല്ലവരായി, ഠാക്കൂറിൻ്റെ ആൾക്കാരും ഒക്കെ നല്ലവരാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന മോഷ്ടിക്കുന്നതും തെറ്റുകൾ കാണിക്കുന്നതും കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നതും എല്ലാം ആരാണ്? ഠാക്കൂറാണ്. ബാക്കി ഈ പാവങ്ങളായി ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഫലം അനുഭവിക്കുന്നത് ആരാണ്? ഞങ്ങളാകുന്ന പാവങ്ങളാണ്. इस ठाकुर ने तो उस दिन बेचारे गडरिये की फीड चुरा ली थी और बाद में मारकर खा गया. എന്നിട്ട് ഈ ഠാക്കൂർ എന്തെല്ലാം ചെയ്തതാണ്? ഠാക്കൂറാണ് ഈയിടെ ഒരു പാവപ്പെട്ട ആടിനെ മോഷ്ടിച്ചു. എന്നിട്ടോ പിന്നീട് അതിനെ കൊന്നു തിന്നുകയും ചെയ്തു. അപ്പോൾ അത്ര ദുഷ്ടനാണ് ഠാക്കൂർ. പാവപ്പെട്ട അയാൾക്ക് ആടില്ലാതായി. ഇനി പണ്ഡിതക്കെ കർമ്മേം തോ 12 മാസ് ജുബാ ഹോത്താ ഹേ. പിന്നെയോ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ഒരു പണ്ഡിതന്റെ വീട്ടിൽ ബ്രാഹ്മണ പണ്ഡിതന്റെ വീട്ടിൽ എന്ത് ചെയ്തു? 12 മാസവും 12 മാസ് എന്ത് ചെയ്തു? ജുവാ ഖെൽന എന്ന് പറഞ്ഞാൽ ചൂത് കളിക്കുക. അവിടെ ചൂത് കളി നടക്കുന്നുണ്ട്. ഇനിയോ യഹി സാഹൂജി തോ ഘീ മേം തേൽ മിലാക്കാർ ബേച്ചത്തെ ഹെ. എന്നിട്ടോ ഈ സാഹൂജി തന്നെയാണ്, ഈ വ്യാപാരി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തോ ഘീ മേം, ഈ ഇദ്ദേഹം തന്നെ നെയ്യിൽ എന്ത് ചെയ്യുന്നു? തേൽ, എണ്ണ ചേർത്ത് ബേച്ചത്തേഹേം, വിൽക്കുന്നത്. കാം കരാലേത്തേഹേം, എന്നിട്ടോ ജോലി ചെയ്യുന്നില്ല, പകരം കരാലേത്തേഹം, ചെയ്യിക്കുന്നു. മജൂരി ദേത്തെ നാനി മർത്തിഹേ. പിന്നെയോ കൂലിയൊക്കെ തരുന്നത്, ജോലി ചെയ്യുന്നവർക്ക് എന്താണ്? വളരെ ബുദ്ധിമുട്ടിയാണ് കൂലി കൊടുക്കുന്നത്. കിസ് ബാത്ത് മേ ഹംസെ ഊഞ്ചേ ഹേ. ഇവർ പിന്നെ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞങ്ങളിൽ നിന്ന് ഉയർന്നതെന്ന് പറയുന്നത്? ഹം ഗലി ചില്ലാത്തെ നഹിക്ക് ഹം ഊഞ്ചേ ഹേ ഹം ഊഞ്ചേ. ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഓരോ ഗലികളിലും, ഓരോ സ്ട്രീറ്റ്സുകളിലും, ഓരോ തെരുവുകളിലും ഉറക്കി വിളിച്ചു പോകുന്നില്ല. എന്ത് വിളിച്ചു പോകുന്നില്ല? ഹം ഊഞ്ചേ ഹേ ഹം ഊഞ്ചേ ഹേ. ഞങ്ങൾ വലുതാണ് എന്ന് ഞങ്ങൾ വിളിച്ചു പോകുന്നില്ല. കഫി ഗാവ് മേ ആ ജാത്തി ഹി തോ
രസുപരി ആങ്കസെ ദേഖിനെ ലഗത്തെ ഹെ. എപ്പോഴെങ്കിലും ഈ ഠാക്കൂർ ഗ്രാമത്തിലേക്ക് വന്നാലോ ആ ഉടനെ എന്ത് ചെയ്യുന്നു, ആ രസുപരി ശൃംഗാര രസത്തോടുകൂടിയുള്ള കണ്ണുകളോടെ ഞങ്ങളെ നോക്കുന്നു. അപ്പോൾ അയാളുടെ നോട്ടവും ശരിയല്ല. ജയ്സെ സബ്കി ഛാത്തി പർ സാമ്പ് ലോട്ടിനെ ലഗത്താ ഹെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ പകയും ദേഷ്യവും ഒക്കെയാണ്. പരന്തു കമണ്ട് ഏകി ഹം ഊഞ്ചേ ഹെ. എന്നാലോ ഈ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കണ്ടാൽ, കമണ്ട് അഹങ്കാരം കണ്ടാൽ നമ്മേക്കാളും ഉയർന്നവനാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എഴുതി വച്ചിരിക്കുന്നത് പോലെ തോന്നാം. അതായത് ആ ഉയർന്നവനാണെന്നുള്ള അഹങ്കാരത്തോടു കൂടി അദ്ദേഹം ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് സാരം. കുയമ്പർ കിസിക്ക് ആനയ്ക്ക് ആഹഡ് സുനി. അപ്പോൾ ഇത്രയും ചിന്തിച്ചപ്പോഴേക്കും കിണറിനരികിലേക്ക് ആരോ വരുന്ന ആഹഡ് സുനി ശബ്ദം കേട്ടു. ഗംഗിക്ക് ഛാത്തി തക്ക് തക്ക് കർണേ ലഹി. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോഴോ അവളുടെ നെഞ്ചാണെങ്കിൽ എന്താണ്, തക്ക് തക്ക് പടപടാന്നിടിക്കാൻ തുടങ്ങി. കഹി ദേഖ് ലേ തോ ഗജബ് ഹോ ജായ്. ആരെങ്കിലും കണ്ടാൽ എന്ത് സംഭവിക്കും, ആകെ പ്രശ്നം, ഗജബ് ഹോ ജായ്, ആകെ പ്രശ്നമാകും. ഏക്ക് ലാത്തുഫി തോ നീച്ചെ ന പടേ. എന്ത് ചെയ്യില്ല, ഒരു ചവിട്ട് പോലും എന്ത് ചെയ്യില്ല, വെറുതെ ആകില്ല. അതായത് എല്ലാവരും കൂടി തന്നെ ശരിയാക്കും. ഓരോ ചവിട്ടും എന്ത് ചെയ്യും, എൻ്റെ ദേഹത്ത് തന്നെ കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വരും എന്നുള്ള കാര്യം, തല്ല് മറ്റുള്ളവരിൽ നിന്നും കിട്ടുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൾ എന്താ ചെയ്തു, ഉസ്നെ ഖടാ ഔർ രസ്സി ഉഡാലി ഔർ ചുക്കുക്കർ ചൽത്തി ഹുയി. ഉടനെ തന്നെ കുടവും കയറും, കയറും ഒക്കെ എടുത്ത് എന്ത് ചെയ്തു, ഒളിച്ചു. പെട്ടെന്ന് തന്നെ രണ്ടും എടുത്ത് ചുക്കുന എന്ന് പറഞ്ഞാൽ തല കുനിക്കുക, അതായത് ഒളിഞ്ഞ് ചൽത്തി ഹുയി ഒളിച്ചിരുന്നു. ഏക്ക് വൃക്ഷയ്ക്ക് അന്തേരെ സായമൻ ജാ ഖടി. എന്നിട്ട് ഒരു വൃക്ഷത്തിൻ്റെ തൊട്ടടുത്തുള്ള വൃക്ഷത്തിൻ്റെ ഇരുട്ടിലെ നിഴലിലേക്ക്, ഇരുണ്ട നിഴലിലേക്ക് മാറി നിന്നു. കബ് ഇൻ ലോകോംകോ ദയ ആത്തി ഹെ. ഈ ആളുകൾക്ക് എപ്പോഴെങ്കിലും ദയ ഉണ്ടാകുമോ, കിസിപ്പർ ആരോടെങ്കിലും ദയ ഉണ്ടാകുമോ. ബേച്ചാരെ മഹങ്കുക്കോ ഇത്നാ മാരാക്കി മഹീനോ ലഹു തൂക്കത്താ രഹ. അപ്പോൾ ഇസ്ലിയെ തോ ഇസ്നെ ബേഗാർ നദി थी, इस पर ये लोग ऊंचे बनते हैं. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഠാക്കൂറിൻ്റെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദയ ഉണ്ടാകുമോ എന്ന് അവൾ സ്വയം ചോദിക്കുന്നു. ഉണ്ടാകില്ലെന്ന് അവൾക്കറിയാം. അപ്പോൾ അവിടെ പാവപ്പെട്ട മഹങ്കുവിനെ ഉപദ്രവിച്ചത് അവളുടെ ഓർമ്മയിൽ വന്നു. അപ്പോൾ അയാളെ എന്ത് ചെയ്തു, ഇവർ ഉപദ്രവിച്ചു. അവസാനം ആ തല്ലുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു. ലഹു മാനെ ബ്ലഡ്, രക്തം, തൂക്കിന തുപ്പുക, രക്തം തുപ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാളെ മർദ്ദിച്ചതിന് കാരണം എന്താണ്, അയാൾ ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗാർ നദി थी. അയാൾ എന്ത് ചെയ്യുന്നില്ല, ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്തിരുന്നില്ല. അപ്പോൾ ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യാത്ത ഒരൊറ്റ കാരണത്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ തല്ലിയത്. ഇസ്പറിയെ ലോക് ഊഞ്ചേ ബൻതേ ഹെം. ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇവർ ഉയർന്നതാകുന്നത്. ഈ പാവപ്പെട്ടവരെ തല്ലിക്കൊണ്ടാണോ ഇവരെ ഉയർന്നവരെന്ന് പറയുന്നതെന്ന് അവൾ സ്വയം ചോദിക്കുകയാണ്. ഇത് സമൂഹത്തിനോടുള്ള പ്രേംചന്ദിൻ്റെ ചോദ്യമാണ്. കുയേം പർ സ്ത്രീയാം പാനി പറഞ്ഞ ആയി. കിണറ്റിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, വെള്ളം കോരാൻ വന്നിരുന്നു. ഇസ്മേ ബാത്ത് ഹോ രഹി थी. അവർ എന്ത് ചെയ്യുന്നു, പരസ്പരം സംസാരം നടക്കുകയായിരുന്നു. ഖാന ഖാനെ ചലെ ഔർ കുക്കും ഹുവാ കി ദാസാ പാനി ഫർലോ കടേ കെ ലിയെ പൈസേ നിഹി ഹെ. അപ്പോൾ നോക്കൂ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് അവരുടെ അവസ്ഥയും അത്ര നന്നല്ല. ആഹാരം കഴിക്കാനായിട്ട് ഖാനെ ചലെ, ആഹാരം കഴിക്കാനായിട്ട് പോയപ്പോൾ എന്തു പറഞ്ഞു, ഹുക്കും മനെ ആജ്ഞ പുറപ്പെടുവിപ്പിച്ചു. അതാണുങ്ങൾ ആജ്ഞ പുറപ്പെടുവിച്ചു. എന്താണ്, താസാ പാനി ഫർലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം പോയി കൊണ്ടുവരാൻ പറഞ്ഞു. അത് ആജ്ഞയാണ്. കടേക്കേലിയെ പൈസ നെഹിം ഹെ, നല്ല വെള്ളം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. കാരണം കുടത്തിന് പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. ഹം ലോഗോം കോ ആരാം സെ ബൈഠെ ദേഖ് കർ ജൈസെ മർദോം കാ ജലൻ ഹോത്തി ഹെ. അവരുടെ അവസ്ഥയും ഒട്ടും വിഭിന്നമല്ല. അവരെന്താ പറയുന്നത്, നാമൊക്കെ വിശ്രമിക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, പുരുഷന്മാർക്ക് ഒട്ടും സഹിക്കുന്നില്ല. അവർക്ക് ജലൻ ഹോരഹാഹി, ജലൻ മാനെ അസൂയ തോന്നുന്നു, അവർക്ക് നമ്മോട് അസൂയ തോന്നുന്നു എന്ന് പറയുകയാണ്. ഹാം എഹുത്തോ ഇന്ന ഹുവാക്കി കൽസിയ ഉടാക്കർ പർലാത്തെ. അപ്പോൾ ശരിയാണ് അത്. അപ്പം അടുത്ത സ്ത്രീ അത് ശരിയാണ്. ചെറിയ കുടം എടുത്തുകൊണ്ട് വന്ന് നിറയ്ക്കുകയില്ല. അതായത് അവരൊന്നും ഒരു ചെറിയ കുടം വെള്ളം പോലും നിറയ്ക്കുകയില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത്,
ബസ് കുക്കും ചലാക്കി താസാ പാനിലാവോ, എന്നിട്ട് നമ്മോട് ആജ്ഞാപിക്കുകയാണ് പോയി പെട്ടെന്ന് പുതിയ വെള്ളം കൊണ്ടുവരാൻ, ഫ്രഷ് പാനി ലാനെ കെ ലിയെ കഹായെ. ജയ്സെ ഹം ലൗഡിയാം ഹി ഹുതോഹെ. അപ്പൊ അവരുടെ ചിന്ത എന്താണ്? ഹം ലൗഡിയാം, ലൗഡിയാം എന്ന് പറഞ്ഞാൽ സെർവൻ്റ് ആണ് കേട്ടോ മക്കൾ, നൗക്കർ വേലക്കാരാണെന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അപ്പം ഇവരുടെ അവസ്ഥയും വിഭിന്നമല്ല. ലൗണ്ടിയ നഹീന്തോ അവർ ക്യാ ഹോ തും. അപ്പോൾ ഉടനെ മറ്റൊരു സ്ത്രീ ചോദിക്കും, ദാസിമാരല്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ വേലക്കാരല്ലെങ്കിൽ പിന്നെ നീ എന്താണ് എന്ന് തിരിച്ചു ചോദിക്കുന്നു. റൊട്ടി കപ്പട നഹീം പാത്തി, നിനക്ക് എന്ത് ചെയ്യുന്നില്ല? റൊട്ടിമാനെ ആഹാരവും വസ്ത്രവും ലഭിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. 10-5 റുപ്പയെ ഭി ചീൻ ചപട്കർ ലേഹി ലേത്തി ഹോ. എന്നിട്ടോ 5-10 രൂപയൊക്കെ നീ എന്ത് ചെയ്യുന്നു? കാണാതെയും എടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അവർ ലൗണ്ടിയാൻ കൈസി ഹോത്തി ഹേ. പിന്നെ അപ്പൊ പിന്നെ ദാസിമാർ അല്ലെങ്കിൽ വേലക്കാർ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. മത് ലജാവോ ദീദി. അപ്പൊ പറഞ്ഞു, ചുമ്മാ ഇരി ചേച്ചി, നാണം കെടുത്തല്ലേ എന്നെ നാണിപ്പിക്കല്ലേ. ചിൻ ഫർ ആരാം കർണേക്കോ ജി തരസ്കാർ രഹ് ജാത്താ ഹെ. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു അല്പം വിശ്രമിക്കാൻ കിട്ടിയപ്പോൾ എനിക്ക് കൊതിയായിട്ടാണ്. ഇത്തനാ കാം കിസി ദൂസരേക്ക് ഘർ ദേത്തി. ഏതെങ്കിലും മറ്റുള്ള ഇത്രയും ജോലി ഞാൻ മറ്റേതെങ്കിലും വീട്ടിലാണ് ചെയ്തിരുന്നുവെങ്കിൽ തോ ഇസസെ കഹി ആരാം സെ രഹത്തി. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ, ജോലി കഴിഞ്ഞിട്ട് ഇതിലും സുഖമായിട്ട് കഴിയാമായിരുന്നു. ഊപ്പർ സെ വഹ് അൽസാൻ മാൻത. പുറമെ അവരെന്നോട് ഒരല്പമെങ്കിലും നന്ദിയും കാണിച്ചു തന്നെ. യഹാം കാം കർത്തേ കർത്തേ മർ ജാവോ. ഇവിടെ ജോലി ചെയ്ത് മരിക്കാം. പർ കിസിക മൂഫി സീതാ നഹി ഹോത്ത. ഇവിടെ ജോലി ചെയ്ത് നമ്മൾ മരിക്കണം, പക്ഷെ ഒരിക്കലും ആരുടെയും മൂഫി സീതാ നഹി ഹോത്ത, ആരുടെയും വായിൽ നിന്ന് നമുക്ക് നല്ലതൊന്നും കേൾക്കില്ല. ദോനും പാനി ഫർക്കർ ചലി ഗയി. രണ്ടുപേരും എന്ത് ചെയ്തു, വന്ന രണ്ടുപേരും കൂടെ ഈ സംഭാഷണമൊക്കെ നടത്തി വെള്ളമൊക്കെ നിറച്ച് പോയി. തോ ഗംഗി വൃക്ഷയ്ക്ക് ഛായാസെ നികലി. അപ്പോൾ ഗംഗി എന്ത് ചെയ്തു, ഒളിച്ചിരിക്കുകയായിരുന്ന വൃക്ഷത്തിൻ്റെ നിഴലിൽ അവിടെ നിന്നും പുറത്തേക്ക് വന്നു. അവർ കുയേങ്കി ജഗത്ത് കെ പാസ്സായി. എന്നിട്ട് കിണറ്റിൻ്റെ ചുറ്റിലും കെട്ടുന്ന ജഗത്ത് എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട് കേട്ടോ മക്കളെ. ഒന്ന് ലോകമെന്നും ഒന്ന് കിണറ്റിൻ്റെ ചുറ്റും കെട്ടുന്ന ആ ഒരു ഇതിനെയാണ് ജഗത്തെന്ന് പറയും. അപ്പോൾ ജഗത്തിന് അങ്ങനെ 2 മീനിങ് ഉണ്ട്. ജഗത്ത് കെ പാസ്സായി, എന്ത് ചെയ്തു, കിണറ്റിന് ചുറ്റുമുള്ള ആ കെട്ടിനടുത്തേക്ക് വന്നു. ബേഫ്രിക്ക് ചലേ ഗയേ ഥേ. അപ്പോൾ അവിടെ നിന്ന് അവരെല്ലാം പോയിരുന്നു അല്ലേ. അവിടെ ഇരുന്ന് അവിടെ നിന്ന് വൃഥാ സംസാരിച്ചു കൊണ്ടിരുന്നവരെല്ലാം പോയിരുന്നു. ഠാക്കൂർ പി ദർവാസ ബന്ധക്കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ ഥേ. അപ്പോൾ ഠാക്കൂറും എന്ത് ചെയ്തു, തൻ്റെ വാതിലൊക്കെ അടച്ച് അകത്തുള്ള തൻ്റെ മുറിയിലേക്ക് ഉറങ്ങാനായിട്ട് പോയി കഴിഞ്ഞിരുന്നു. ഗംഗീനെ ക്ഷണക് സുഖീൽ സാൻസിലി. പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി അവിടെ നിശബ്ദമായതുകൊണ്ട് ഗംഗി എന്ത് ചെയ്തു, ഒരു നിമിഷം ഒരല്പം സുഖത്തോടുകൂടി ഒന്ന് ശ്വാസം വിട്ടു. കിസി തര മൈതാൻ തോ സാഫ് ഹുവ. എല്ലാ തടസ്സങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങളൊക്കെ മാറി എന്ത് ചെയ്തു, മൈതാൻ തോ സാഫ് ഹുവ എന്ന് പറഞ്ഞാൽ ഇവിടെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ക്ലീനായി, അതായത് ഇപ്പം നല്ല സിറ്റുവേഷനായി, വെള്ളം എടുക്കാൻ തക്ക സിറ്റുവേഷനായി. അമൃത് ചുരാൽ ഹനെ കെ ലിയെ ജോ രാജ്കുമാർ കിസി ജമാനെ മേ ഗയാ തോ വൗഫി ശായദ് ഇത്തിനി സാവധാനി കെ സാത്ത് ഔ സമജ് പൂച്ചുകർ ന ഗയാ ഹോ. അപ്പം ഇത് പ്രേംചന്ദ് തന്നെ ഒരു ഇതിനോട് ഉപമിക്കുകയാണ്. കാരണം അമൃത് എടുക്കാനായിട്ട് നാം എങ്ങനെയാണോ ഒളിച്ചു പോകുന്നത്, അതുപോലെയാണ് ഇവിടെ പാവം ഗംഗി എന്ത് ചെയ്യുന്നത്, ഒരു കുടം വെള്ളം എടുക്കാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് അവളുടെ അവസ്ഥ. അപ്പം അമൃത് ചുരാലേന, അമൃത് മോഷ്ടിക്കാനായിട്ട് രാജകുമാരൻ ഏതെങ്കിലും സ്ഥലത്ത് കയറുന്നത് പോലെയാണ് എന്താണ് ഇവിടെ ഗംഗി എന്ത് ചെയ്യുന്നത് മക്കളെ, വളരെ സാവധാനീസെ, വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുന്നു, സമച്ച് ബൂച്ചുക്കർ പതുക്കെ പോയി ആ വെള്ളം എടുക്കാനായിട്ട് നീങ്ങുന്നത്. ഗംഗി ദബേ പാവ് കുയേക്ക് ജഗത്ത് പർ ചടി. പതുക്കെ എന്ത് ചെയ്തു ഗംഗി, പതുക്കെ ദബേ പാവ് പർ, പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കാലടി വെച്ച് കുയേങ്കി ജഗത്ത് പർ, കുയടയുടെ ചുറ്റും കെട്ടിയിരിക്കുന്ന കെട്ടിലേക്ക് കയറി. വിജയിക്ക ഐസ അനുഭവം ഉസൽ പഹലെ ന ഹുവാ ഥ. അപ്പോൾ ശരിക്കും അവിടേക്ക് കാലെടുത്ത് വച്ചപ്പോൾ അവളുടെ മനസ്സിലെ ഫീലിങ്സ് എന്തായിരുന്നു, ഇത്രയും വിജയിച്ച ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതായത് എന്തോ എവറസ്റ്റ് മുകളിൽ കയറിയ ഒരു അവസ്ഥയായിരുന്നു പാവം ഗംഗയ്ക്ക്.
ഉസ്നെ രസിക ഫന്ത ഖഡെ മേ ഡാല. ഇനി എന്താണ്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കയറിന്റെ കയറെടുത്ത് കുടത്തിലേക്ക് കെട്ടി. എന്നിട്ടോ ദായേം ബായേം ചൗക്കന്യെ ദൃഷ്ടിസെ ദേഖാര. ഇരുവശത്തും പതുക്കെ എന്ത് ചെയ്തു? രണ്ട് വശത്തേക്കും നോക്കി. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ എന്ത് ചെയ്യും? രണ്ട് വശത്തേക്കും പോവൂലേ, നോക്കൂലേ? അതേപോലെ സൈനികരൊക്കെ രാത്രി എന്ത് ചെയ്യുന്നു? കയറി. സിപാഹി രാത്മേ ശത്രുക്കെ കിലേമേ സുരാ കർ രഹാ ഹെ. സൈനികർ രാത്രി ശത്രുക്കളുടെ പാളയത്തിൽ, ശത്രുക്കളുടെ ഫോർട്ടിൽ, കോട്ടയിലേക്ക് പ്രവേശിക്കപ്പോൾ എന്ത് ചെയ്യും? വളരെ പതുങ്ങി പതുങ്ങി പോവില്ലേ? അതേപോലെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കിക്കൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? കിണറ്റിലേക്ക് വെള്ളം കോരാൻ തുടങ്ങുന്നത്. അഗർ ഇസ് സമയം വഹ് പകഡ് ലി ഗയി തോ ഫിർ ഉസ്കെ ലിയെ മാഫി യാ റിയായത്ത് കി രത്തി ഫർ ഉമ്മീദ് നഹി. അതായത് ഈ സമയത്ത് അവൾ ഏതെങ്കിലും കാരണവശാൽ അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അവളോട് ഒരു അല്പം പോലും ദയോ എന്തെങ്കിലും രീതിയിലൊരു ക്ഷമാപണമോ അവളോട് കാണിക്കില്ല. അത് അവൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം ഒരു പിടിയിലായിരിക്കും അവൾ പെട്ടുപോകുന്നത്. അവസാനം അവൾ എന്താ ചെയ്യുന്ന? അന്തുമേ ദേവതാം കോംക്ക് യാത്. അവസാനം അവൾ എന്ത് ചെയ്തു? സർവ്വ ദൈവങ്ങളെയൊക്കെ വിളിച്ച് ഉസ്നെ കലേജ മസ്ബൂത്ത് കിയ ഔർ ഖഡ കുയേമേ ഡാൽ ദിയ. വളരെ ദൈവങ്ങൾ ഈശ്വരന്മാരെയൊക്കെ ഓർത്ത് പതുക്കെ എന്ത് ചെയ്തു? കളേജ മനസ്സൊക്കെ നല്ല കട്ടിയാക്കിക്കൊണ്ട് പതുക്കെ കുടമെടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. ഖടേനെ പാനിമേ ഗോത്താ ലഗായ. കുടം വെള്ളത്തിൽ മുക്കിയതൊക്കെ വളരെ ബഹുത്ത് ഹി ആഹിസ്ത, വളരെ സാവധാനത്തിലായിരുന്നു. ജറാഫി ആവാസ് നഹുയി, ഒരല്പം പോലും ശബ്ദം ഉണ്ടായില്ല. അത്ര പരിശ്രമിച്ചാണ് ചെയ്യുന്നത്. ഗംഗീനെ ദോച്ചാർ ഹാത്ത് ജൽദി ജൽദി മാരെ. ഗംഗി എന്ത് ചെയ്തു? രണ്ട് നാല് കൈ, അതായത് വെള്ളം മുകളിലോട്ട് വലിച്ചെടുക്കുന്നു, പെട്ടെന്ന് വലിച്ചു. ജൽദി ജൽദി മാരെ, പെട്ടെന്ന് മുകളിലേക്ക്. ഖട ഹുവാങ്കി മൂത്ത പൗഞ്ച. കുടം എന്ത് ചെയ്തു? കിണറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തി. വായുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് അവിടെ എത്തി. ഇനി കൈ കൊണ്ട് കുടം എടുത്താൽ മതി. കോയി ബഡാ ഷഹജോർ പഹൽവാൻ ഭി ഇത്തിനി തേസി സെ ഖീഞ്ച് നഹി സക്ത. അപ്പൊ ഈ വെള്ളം കോരിയതിനെ കുറിച്ച് തന്നെ പ്രേംചന്ദ് പറയാണ്. ഏതെങ്കിലും ഷഹദാർ പഹൽവാൻ എന്ന് പറഞ്ഞാൽ ഗുസ്തിക്കാരനാണ് കേട്ടോ. അപ്പൊ അത്രയും വലിയൊരു ഗുസ്തിക്കാരന് പോലും, അതായത് ഒരു റെസ്ലിംഗ് നടത്തുന്ന വ്യക്തിക്ക് പോലും ഇത്രയും സ്പീഡിൽ വെള്ളം കോരാൻ കഴിയില്ല. അത്രയും വേഗത്തിലാണ് അവള് വലിച്ച് വെള്ളം കയറ്റിയത്. ഗംഗി ചുഗി കെ ഖഡെ കോ പകഡ്കർ ജഗത്ത് പർ രാഖെ കെ ഏകായേക് ഠാക്കുർ സാഹിബ് കാ ദർവാസ ഖുൽ ഗയാ. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? അവൾ എന്ത് ചെയ്തു? കുടം എടുത്ത് പിടിച്ച് കിണറ്റിന്റെ തറയിലേക്ക്, ഇങ്ങനെ കുടത്തിലേക്ക് കൈ നീട്ടി വലിച്ചെടുത്ത് അതിന്റെ കിണറ്റിന്റെ വക്കിലേക്ക് വയ്ക്കാനായിട്ട് കുനിഞ്ഞതും പെട്ടെന്ന് എന്ത് ചെയ്തു മക്കളെ? ഠാക്കുർ സാഹിബ് കാ ദർവാസ ഖുൽ ഗയാ. ഠാക്കൂറിന്റെ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറക്കപ്പെട്ടപ്പോൾ ഠാക്കൂറിനെ ഇവിടെ എന്തിനോടാണ് പറയുന്നത്? സിംഹത്തോടെയാണ്, സിംഹത്തമായിട്ടാണ് പറയുന്നത്. ഷേർക്കാ മൂ ഇസ്സേ അധിക് ഭയാനക് ന ഹോഗ. സിംഹത്തിന്റെ മുഖം ഇതിൽ കൂടുതൽ ഭയപ്പെടുത്തുന്നതാകാൻ പറ്റില്ല. കാരണം ഠാക്കൂർ കണ്ടാലുള്ള അവസ്ഥ എന്താണ്? ഗംഗിക്ക് ഹാത്ത് സെ രസി ചൂട്ട് ഗൈ. അപ്പോഴേക്കും ഗംഗയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? എല്ലാ ധൈര്യവും അവൾക്ക് ചോർന്നുപോയി. കയ്യിൽ നിന്നും കൈ വഴുതി കയറ് നേരെ എങ്ങോട്ടേക്ക് പോയി? കയറും കുടവും എല്ലാം കിണറ്റിലേക്ക് പോയി. രസിക്ക് സാത്ത് കട ധടാം സെ പാനിമേ ഗിര. അപ്പൊ രസി കയറിനോടൊപ്പം എന്ത് ചെയ്തു? കുടവും എന്ത് ചെയ്തു? ധടാം മനെ വലിയ ശബ്ദമാണ്. ആ ശബ്ദത്തോടുകൂടി വെള്ളത്തിലേക്ക് വീണു. കൈ ക്ഷണത്തക്ക് പാനിമേം ഹിൽക്കോരേക്ക് ആവാസ് സുനായി ദേത്തി. അപ്പൊ വെള്ളത്തിലേക്ക് കയറും കുടവും എല്ലാം വീണു. വെള്ളത്തിലേക്ക് എന്തെങ്കിലും വീണാൽ നിങ്ങൾക്കറിയാം, കുറച്ചു നേരം എന്ത് ചെയ്യും? വെള്ളത്തിൽ വീഴുന്ന സൗണ്ട് കേൾക്കാം. അതാണ് ഇവിടെ പറഞ്ഞ പാനിമേ ഹിൽക്കോരേക്ക് ആവാസ് സുനായും ദേത്തി. വെള്ളത്തിലേക്ക് അത് വീണ് മുങ്ങി പോകുന്ന ആ ഒരു ശബ്ദം ചെറുതായിട്ട് കേട്ടുകൊണ്ടേയിരുന്നു. ഉടനെ ഠാക്കൂർ ചോദിച്ചു, കോൻ ഹേ, ആരാണത്? അതാരാണ് എന്ന് ചോദിച്ചു. പുകാർത്തേ കുയെ കുവേങ്കി തരഫ് ആ രഹേ. ഇത് ചോദിച്ചുകൊണ്ട് അയാൾ കിണറ്റിനടുക്കലേക്ക് വന്നു. അപ്പോഴോ അവർ ഗംഗി ജഗത്ത് സെ കൂതുക്കർ ഭാഗി ജാ രഹീത്ത്. അപ്പോഴത്തേക്ക് ഗംഗി എന്ത് ചെയ്തു? അവിടെ നിന്ന് കിണറ്റിന്റെ കെട്ടിൽ നിന്നൊക്കെ എടുത്ത് കൂതുക്കർ ഒറ്റ കുതിപ്പിന് എന്ത് ചെയ്തു? ഓടിപ്പോയിരുന്നു. ഭാഗി ജാ രഹീത്ത്, ഓടിപ്പോയിരുന്നു. ഖർ പൗഞ്ചുകർ ദേഖാക്കി ജോഖു ലോട്ടാ മൂസെ ലഗായ. വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? ലോക്കുവിന് എത്ര നേരം വെള്ളം കുടിക്കാതിരിക്കാൻ സാധിക്കും? ജോക്കു പതുക്കെ എന്ത് ചെയ്തു? മെയില ഗന്ധാപാനി, ദുർഗന്ധമുള്ള വെള്ളം കോരി എന്ത് ചെയ്യുന്നു? കുടിക്കുന്നതാണ് അവൾ കണ്ടത്. അപ്പോൾ അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം ചെയ്യാൻ തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് തികച്ചും
അന്നത്തെ ആളുകളുടെ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഒരാളുടെ തന്നെ അവസ്ഥയല്ല മക്കളെ, ആ ഒരു സമൂഹത്തിൻ്റെതായ അവസ്ഥയാണ് അല്ലേ. आइए मेरे साथ अब അകലെ ലെസൺ കി ഓർ അതിരിക്ത വാചൻ കെ ലിയേ ഹെ. ഇത് നിങ്ങൾക്ക് അതിരിക്ത വാചനായിട്ട് തന്നിട്ടുള്ളതാണ്. ഏക് ദാൽ ചാന്ത് പര, ഒരു പ്ലേറ്റ് നിറച്ച് ആരാണ്? നമ്മളുടെ മൂണാണ്. അപ്പോൾ ഒരു പാത്രം നിറച്ച് മൂണെന്നല്ലേ. അപ്പോൾ ആഹാരത്തിന് പകരം ചന്ദ്രനെ കിട്ടിയല്ലേ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും ഒരു കഹാനിയാണ്. ഇത് എഴുതിയത് അനന്ത് ഗംഗോളയാണ്. അപ്പം അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഭാരത് में स्कूली शिक्षा को बेहतर रुचिपूर्ण और सार्थक बनाने में അനന്ത് ഗംഗോള की खास दिलचस्पी रही है. അപ്പോൾ ഇന്ത്യയിൽ സ്കൂൾ കുട്ടികൾക്കായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വളരെ നല്ലതും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്നതും അവരുടെ അതിന് സാർത്ഥകം അത് പൂർണ്ണമാക്കുന്നതിനും ഒക്കെ അനന്ത് ഗംഗോല പ്രത്യേക രീതിയായിട്ടുള്ള ഒരു താല്പര്യം, അദ്ദേഹത്തിന് ദിൽചസ്പി താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അഗരാക്കെ इंडियन इंस्टीट्यूट ऑफ सोशल साइंस के समाज में शास्त्र में ये एमफिल करने के बाद आप भी PhD के शोध कार्य के लिए मध्य प्रदेश की ആദിവാസി ഗാവ് നീൽഗഡ് കിക്കിയെ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. അദ്ദേഹം എന്താണ്? ആഗ്രയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും എന്ത് ചെയ്തു? സമാജശാസ്ത്രം അതായത് സോഷ്യൽ സയൻസിൽ അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രത്തിലേക്ക് എന്ത് ചെയ്തു? എംഫിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ അനന്ത് ഗംഗോള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും എന്ത് ചെയ്തു മക്കളെ? സാമൂഹ്യ ശാസ്ത്രത്തിൽ എംഫിൽ ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? PhD എടുത്തു അല്ലേ. PhD ശോധകാരി എന്ന് പറഞ്ഞാൽ റിസർച്ചാണ് കേട്ടോ. അപ്പോൾ PhD എടുത്തു. അതിനുശേഷം അദ്ദേഹം ഗവേഷണത്തിനായിട്ട് റിസർച്ചിനായിട്ട് മധ്യപ്രദേശിലുള്ള ആദിവാസി ഗാവ് നീൽഗഡ്മേൻ ചെയ്തു. അപ്പോൾ ആദിവാസി ഗ്രാമത്തിലേക്ക് പോയി. ഇപ്പോൾ ആദിവാസികളെ കുറിച്ച് പഠിക്കാനായിരിക്കണം അദ്ദേഹം പോയത്. യഹാ മുന്നേ ജീവൻ ജീനേക്ക് ഏക്ക് ബിൽക്കുൽ നയി ദൃഷ്ടി മില്ലി. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ എന്താണ്? ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അവിടെ നിന്നും ലഭിച്ചു. ലംബേ സമയത്തേക്ക് ഉന്നീക്കെ സാത്ത് രേക്കർ ഉന്നോനെ ഉൻകി ശിക്ഷ സാക്ഷരത അവ സാമാജിക ഉത്ഥാൻ കെ ലിയേ കാം കിയേ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്ന് അവരുടെ ജീവിത രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? ഒത്തിരി നാളുകൾ അവരോടൊപ്പം തന്നെ താമസിച്ചു. പിന്നെ അവരുടെ എഡ്യൂക്കേഷനും അവരുടെ സാക്ഷരത അവർക്ക് കൊടുക്കുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവും ഒക്കെ അതുപോലെ അവർക്ക് സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, സാമാജിക ഉത്ഥാൻ അവരെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്തു. देखिए अब ഏകതാൽ ചാന്ത് പര. അപ്പം നമുക്കറിയാം ഇന്ന് ഏറ്റവും കഷ്ടപ്പെടുന്ന അന്നത്തെ ആദിവാസികളെന്ന് വെച്ചാൽ ആഹാരത്തിന് പോലും നിത്യവൃത്തിക്ക് പോലും നിവർത്തിയില്ലാത്ത ഒരു ജനസമൂഹമായിട്ട് കഴിയുകയായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു, അവരെക്കുറിച്ച് ഇവിടെ എഴുതുന്നു. ഏക്ക് ठंड का एक दिन. അപ്പോൾ ഇവിടെ നോക്കൂ ആ കാലാവസ്ഥയെ കുട്ടികളെ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു അമ്മയുടെ ആ ഒരു ദുഃഖം, ദാരിദ്ര്യത്തിൽ നിറഞ്ഞ ആ ഒരു ദുഃഖം നിങ്ങൾക്ക് ഈ കഥയിലൂടെ കാണാം. നോക്കൂ മക്കളെ, ടണ്ടുക്കാ ദിനം എന്ന് വെച്ചാൽ തണുപ്പുള്ള ദിവസം. മേ ഖേത്ത് സിംഹ് കെ ആംഗൻ മേ ബൈഠ അലാവ് താപ് രഖാ ഥ. ഞാൻ എന്ത് ചെയ്യുന്നു? ഖേത് സിംഗിൻ്റെ മുറ്റത്തിരുന്നു എന്ത് ചെയ്യുന്നു? ആംഗന്മേം ബൈട്ട് അലാവ് താപ്പ് രഖാഥ. അപ്പോൾ അവിടെ അങ്കീട്ടി കാണുന്ന ഈ തണുപ്പ് മാറ്റാനായിട്ട്, ചൂട് കിട്ടാനായിട്ട് തീ കായും. അതിനാണ് അങ്കീട്ടി. അതിനടുത്തായിട്ടിരുന്ന് ആ ചൂട് കൊള്ളുകയായിരുന്നു. ആരാണിവിടെ? ലേഖകൻ ആരാണെന്നറിയാമല്ലോ. ലേഖകനെ ഒന്നും മറക്കല്ല, അനന്ത് ഗംഗോല. ഇനി നോക്കൂ, ഉസ്കെ തീനോ ബെച്ചെ വഹി പാസ്മേം ഖേൽ രഹേത്തെ. അദ്ദേഹത്തിൻ്റെ അവരുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നെ ഭൂക്ക് ലഗ് രഹി ഥി സോ ബീച്ച് മേ ഗാത്തെ ജാത്തെ തെ മാം ഖാനാ ദേ. എന്ത് ചെയ്യുന്നു? കുട്ടികൾ എന്ത് ചെയ്യുന്നു മക്കളെ? അപ്പോൾ നെരിപ്പോടിൽ നിന്ന് ഞാൻ കേസിങ്ങിൻ്റെ മുറ്റത്തിരുന്ന് തീ കായുകയായിരുന്നു.
അപ്പം കെ സിംഗിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു? 3 പേരും കൂടിയായി അവിടെ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിക്കുന്നിടയിൽ ഈ കുട്ടികൾ എന്താ പാട്ട് പാടുന്നത്? ആ മാം ഖാനാദേ, അമ്മേ ആഹാരം തരൂ, അമ്മേ ആഹാരം തരൂ എന്ന് വിളിച്ചുകൊണ്ടാണ് പാടിയാണ് കളിക്കുന്നത്. മാം ഖേത് സിംഗ് കെ ആനെ കി ബാട്ട് ജോഹ് രഹി ഥി. അപ്പം അമ്മ എന്ത് ചെയ്യുകയാണ്? ഈ ഖേത് സിംഗ് വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നു. വന്നാലേ എന്തെങ്കിലും ഉള്ളൂ. അതാണ് അവസ്ഥ. വോ ബോലി രുക്ക് ജാവോ തുമാരെ ബാബ ഗഡ്ഡ ബേച്ചിനെ ശഹർ ഗയേ ഹേ. അപ്പോൾ എന്നിട്ട് കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യോ? രുക്ക് ജാവോ, നിൽക്കു കുട്ടികളെ, നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? വിറക് വിൽക്കാൻ, വിറകിൻ്റെ കെട്ട് വിൽക്കാനായിട്ട് പട്ടണത്തിലേക്ക് പോയിരിക്കുന്നു. വാ കുച്ചിലായെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കൊണ്ടുവരും. ഉസീസെ കാനാ ബനെങ്കി. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താണ് ആഹാരം ഉണ്ടാക്കി തരാം. കർമ്മേ കുച്ച് നഹി ഹേ, വീട്ടിലൊന്നുമില്ല കേട്ടോ എന്ന് കുഞ്ഞുങ്ങളോട് പറയുകയാണ്. ബച്ചെ ഫിർ ഖേൽമേ ലഗുകയെ. കുട്ടികൾ ഇത് കേട്ടോണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? വിശപ്പറിയാതിരിക്കാൻ വേണ്ടി അവർ വീണ്ടും കളിയിലേക്ക് മുഴുകി. ഫൂക്ക് തേച്ച് ദഗീത്തോ, വീണ്ടും കുറച്ച് കഴിഞ്ഞ കൊച്ചുകുട്ടികൾ അവർക്ക് വീണ്ടും വിശപ്പ് എത്ര നേരം പിടിച്ചടയ്ക്കാൻ സാധിക്കും? വീണ്ടും വിശപ്പ് കൂടി. മാം ഖാനാദേ, മാം ഖാനാദേ, അമ്മേ ആഹാരം തരൂ, ആഹാരം തരൂ. കുട്ടികൾ വീണ്ടും വിളിക്കാൻ തുടങ്ങി. തേസ് തേസ് അവർ ജൽദി ജൽദി ഗാനയിലേക്ക്. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം പാട്ടിന് കുറെ കൂടെ വേഗത കൂടി, കുറച്ചുകൂടെ കടുപ്പമൊക്കെ കൂടിയിട്ടാ. അപ്പോൾ കുറച്ചുകൂടെ ബലപ്പിച്ച് കുറച്ചുകൂടെ സ്പീഡിലും ഒക്കെ പറയാൻ തുടങ്ങി, അമ്മയെ ആഹാരം തരൂ, ആഹാരം തരൂ എന്ന്. മാം ബെഡേ പസോപേഷ് മേ തീക്കി കർ തോ ക്യാ കരേ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ എന്താണ്? ആകെ അമ്മ വലിയ ആശയക്കുഴപ്പത്തിലായി കേട്ടോ. അമ്മ വിചാരിക്കുകയാണ് എന്ത് ചെയ്യും എന്ന് കുട്ടികളെ എത്ര നേരം പിടിച്ചടക്കാൻ സാധിക്കും? അത് വലിയ പാട് തന്നെയാണ്. ബച്ചോങ്കാ താൻ ബെണ്ടേ യഹ് സോച്ചുകർ മാനെ കഹ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? കുട്ടികളുടെ ധ്യാൻ ബെണ്ടേ, ശ്രദ്ധ എന്ത് ചെയ്യുക? ബെണ്ട്ന, ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ആങ്കന്മേ പട്ടി ബിജാവോ ഔർ താലി ലേക്കർ ബൈജാവോ. അമ്മ ഒരു പുതിയ ബുദ്ധി ഉപയോഗിച്ച്, മുറ്റത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? മുറ്റത്ത് പട്ടി ബിജാവോ, മുറ്റത്ത് തുണി വിരിച്ചോളൂ, ബിച്ചാന വിരിച്ചോളൂ. പിന്നെയോ താലി പ്ലേറ്റ്, പാത്രം, ലേക്കർ ബൈജാവോ, പാത്രം എടുത്തുകൊണ്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. കുട്ടികളത് കേൾക്കാത്ത താമസം എന്തായിരിക്കും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? മാംകി യഹ് തർക്കീബ് ഫി ബഹുത് ദേർ തക് കാംനായി. അമ്മയുടെ ഈ ഒരു ബുദ്ധിയും ഈ ഒരു കൗശലവും വലിയ അധിക നേരമൊന്നും ചിലവായില്ല. എന്താ സംഭവിച്ച? അബത്തക്ക് ബെച്ചെ അതിർ കോക്കർ താലി ബജാത്തെ ഹുയെ കാനെ ലഗേത്തെ. കുട്ടികൾ എന്ത് ചെയ്തു? പറഞ്ഞതുപോലെയൊക്കെ തന്നെ എല്ലാം പാത്രമൊക്കെ എടുത്ത് അവിടെ ഇട്ടിട്ട് വച്ച് ഇരുന്ന് കഴിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ഇനി ഇപ്പം അവർ ചെയ്യുന്നത് എന്താണ്? താലി ബജാത്തെ ഹുയെ, പാത്രത്തിൽ അങ്ങനെ കൊട്ടിക്കൊണ്ട് ഗാനെ ലഗേത്തെ, പാടാൻ തുടങ്ങി. മാ ഖാനാദേ ഖാനാദേ എന്ന് പാടാൻ. നമ്മെ ആഹാരം തരൂ, ആഹാരം തരൂ. മാം അന്തർ ഗയി, അമ്മ നേരെ അകത്തേക്ക് പോയി. അവർ സുബഹ്ക്കെ ഖാനേക്ക് ഹാണ്ടി കുരച്നെ ലഗി. എന്ത് ചെയ്തു? അകത്തേക്ക് പോയി. പിന്നീട് എന്ത് ചെയ്തു? അകത്ത് ചെന്നിട്ടോ രാവിലെ വെച്ച ആഹാരത്തിൻ്റെ ഒരല്പം ബാക്കിയൊക്കെ ആ വച്ച പാത്രത്തിൽ എന്ത് ചെയ്തു? പറ്റിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അമ്മ എന്ത് ചെയ്തു? ഉസെ കാണ്ടി കുരച്ചിനയിലേക്ക്. എന്നിട്ട് അത് പതുക്കെ ചുരണ്ടിയൊക്കെ എടുക്കാൻ തുടങ്ങി. ഫിർ ബാഹർ ആക്കർ തീനോം താലിയോമേം തോടി കുരച്ചൻ പരോസ്തി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ചുരണ്ടിയൊക്കെ എടുത്തുകൊണ്ടുവന്ന ആഹാരം എന്ത് ചെയ്തു? കൊണ്ടുവന്ന് 3 പാത്രത്തിലുമായിട്ട് അല്പമായി തോടി കുറച്ചായിട്ട് എന്ത് ചെയ്തു? പരോസ്തി, വിളമ്പി. अब क्या हो गया? 3 പേരുണ്ടല്ലേ? തീസരി താലിമേ ലഘുപ കുച്ചിന്നഥ. അപ്പോൾ അത് ചുരണ്ടി തട്ടി വന്നപ്പോൾ എന്താ മക്കളെ? ആ തവിയിലൊക്കെ കുഞ്ഞു പറ്റിയിരിക്കാനേ ഉള്ളായിരുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും കുട്ടിയുടെ പാത്രത്തിൽ അത് കിട്ടി. പക്ഷെ മൂന്നാമത്തെ കുട്ടിയുടെ പാത്രത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ആ തവി കൊട്ടിയിട്ടും അതിലൊന്നും ഇല്ലായിരുന്നു. ബെച്ച പോലെ, ഇവിടെ കുട്ടിയെ നിങ്ങൾക്ക് കാണാം. കുട്ടി എന്ത് ചെയ്തു? ചിത്രത്തിൽ നോക്കൂ, കുട്ടി എന്താ ഇരിക്കുന്ന കണ്ടോ? ബെച്ച പോലെ കുട്ടി പറഞ്ഞു, മാ ദേ നാ, അമ്മേ. അപ്പോൾ കുട്ടി ചോദിക്കുന്നു, അമ്മേ തരുന്നില്ലേ? തരുന്നില്ലേ? മാം ബോലി ദിയാത്തോ ഖാ എന്ന് പറഞ്ഞു. ദിയാത്തോ ഖാന എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയോട് അമ്മ പറയുന്നത് എന്താണ്? ഞാൻ തന്നില്ലേ, കഴിച്ചോളൂ എന്ന് അമ്മയും പറയുന്നു. ബച്ചാ പോലെ വീണ്ടും കുട്ടി പറഞ്ഞു, ക്യാ ഖാവൂ, എന്ത് കഴിക്കാനാണ്? നോക്കിയോ പാത്രത്തിൽ എന്താ മക്കളെ? ഒന്നുമില്ല. പൂരി ധാരിമേന്തോ ചന്ത ചമക്ക് രഹാകെ. പുറത്ത് മുറ്റത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആകാശത്തുള്ള നക്ഷത്രം എന്ത് ചെയ്യുന്നു? നല്ല കഴുകി വൃത്തിയാക്കി വെച്ച പാത്രത്തിൽ ആകാശത്ത് ചന്ദ്രൻ നിൽക്കുന്നു. ആ ചന്ദാമാമ, ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഈ കഴുകി വൃത്തിയാക്കി വെച്ച പാത്രത്തിൽ ചന്ദാമാമയുടെ രൂപം കാണാം അല്ലേ? ആ ഒരു ചന്ദാമാമയുടെ രൂപം പാത്രത്തിൽ തട്ടുന്നുണ്ട്. അവ നോക്കിയപ്പോഴേ ആ പാത്രത്തിൽ അത് മാത്രമാണുള്ളത്. തന്നല്ലോ, കഴിക്കുന്നില്ലേ എന്ന് അമ്മ തിരിച്ചു ചോദിക്കുന്നു.
കുട്ടി ചോദിച്ചു എന്ത് കഴിക്കും. മാം രുവാസി ഹി ബോലി ക്യാ ദും തൂത്തോ ചന്താക്കോ ഹി ഖാലേ. അപ്പോൾ കുട്ടി പറയുകയാണ് ഇത് കഴിക്കുന്നത് എന്ത് കഴിക്കുമെന്ന് കുട്ടി ചോദിക്കുന്നു. എന്നിട്ടാണ് കുട്ടി ചോദിക്കുന്നത്, പാത്രത്തിൽ മുഴുവൻ ചന്ദ്രൻ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ കരയുന്നത് പോലെ എന്ത് തരാനാണ് മോനെ, നീ എന്ത് ചെയ്യുക, ആ അമ്പിളി മാമനെ തന്നെ കഴിച്ചോളൂ എന്ന് പറയുകയാണ്. മാം ചോപ്പടിക്ക് പീച്ചെ ജാ രോനെ ലഗി. അമ്മ എന്ത് ചെയ്തു മക്കളെ, ആ ചോമ്പടി എന്ന് പറഞ്ഞ ഹട്ട്, കുടിലിന് പിന്നിലേക്ക് പോയിട്ട് കരഞ്ഞു. കാരണം കുട്ടിക്ക് കൊടുക്കാൻ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. ഔർ ആസ്മാൻ മേ ചന്ദ യഹ് സബ് ദേഖ്താ രഹി. ഇപ്പോഴും ആകാശത്ത് നമ്മുടെ ചന്ദ്രമാമ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം മൂൺ ഇതെല്ലാം നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായിരുന്നു അന്നത്തെ ആദിവാസികളുടെ ജീവിതം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, ഏകതാൽ ചാന്ത് പര, ഒരു പാത്രം നിറച്ച ആരാണ്, മൂൺ. ഇപ്പം നിങ്ങൾക്ക് കാണാം കുട്ടിയുടെ പാത്രത്തിൽ ആരേ ഉള്ളൂ, മൂൺ മാത്രമേ ഉള്ളൂ, ആഹാരമൊന്നും ഇല്ല. അപ്പം ആദിവാസികളുടെ ദുരവസ്ഥ വളരെ മനോഹരമായിട്ട് ഇവിടെ നമ്മുടെ അനന്ത് ഗംഗല അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ വായിച്ച് മിടുക്കരായിരിക്കുമ്പോഴേക്കും ടീച്ചർ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ടീച്ചർ പറഞ്ഞ മറക്കരുത്, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബച്ചോ, ധന്യവാദ്.